തിരുവനന്തപുരം നഗരത്തിന്റെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് ആരംഭിച്ച ഓപ്പറേഷൻ അനന്തയുടെ ആദ്യഘട്ടം ഡിസംബർ 31-ന് പൂർത്തിയാക്കുമെന്ന് ചീഫ് സെക്രട്ടറി ജിജി തോംസൺ. 3 മീറ്റർ വീതിയിൽ ഓട പുനർനിർമ്മിക്കുന്നത് മൂലമുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളാണ് പദ്ധതി വൈകിപ്പിക്കുന്നത്. ബിജു രമേശിന്റെ ഉടമസ്ഥതയിലുള്ള രാജധാനി ഹോട്ടൽ കയ്യേറിയ സ്ഥലം ഒഴിപ്പിക്കുന്നത് സംബന്ധിച്ച് നിലനിൽക്കുന്ന സ്റ്റേ നീക്കാൻ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നും ചീഫ് സെക്രട്ടറി പറഞ്ഞു. തിരുവനന്തപുരം നഗരത്തിന്റെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനാണ് 6 മാസം മുമ്പ് ഓപ്പറേഷൻ അനന്ത പദ്ധതി ചീഫ് സെക്രട്ടറി ജിജി തോംസൺ മുൻകൈയെടുത്ത് ആരംഭിച്ചത്. അടഞ്ഞുപോയ ഓടകൾ 3 മീറ്റർ വീതിയിൽ പുനർനിർമ്മിക്കുന്നതിനുള്ള നടപടികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പലയിടങ്ങളിലും വീടുകൾ നിലവിലുള്ള ഓടയിലേക്ക് ഇറക്കി നിർമ്മിച്ചിട്ടുള്ളത് കാരണം നിർമ്മാണം ഉദ്ദേശിച്ച വേഗത്തിൽ നടത്താൻ കഴിയാത്ത നിലയാണ്. എങ്കിലും ആദ്യഘട്ട നിർമ്മാണം ഡിസംബർ 31-ന് പൂർത്തിയാക്കുമെന്ന് അവലോകന യോഗത്തിന് ശേഷം ചീഫ് സെക്രട്ടറി പറഞ്ഞു. 5-6 ഏജൻസികളാണ് ഈ ഓരോ സ്ട്രെച്ചും ചെയ്യുന്നത്. ഇത് വാസ്തവത്തിൽ ഇതെല്ലാം ഒരൊറ്റ ഏജൻസി ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. പക്ഷേ നമുക്കിങ്ങനെ ഓരോ സ്ട്രെച്ചും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വകയായതുകൊണ്ട് ഇവരെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഈ വർക്കെല്ലാം ചെയ്യുന്നതിനകത്ത് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് വളരെ വലുതാണ്. രണ്ടാം ഘട്ടത്തിൽ വേളിക്കായലിൽ പുലിമുട്ട് നിർമ്മിക്കും. ഇതിനാവശ്യമായ പദ്ധതി നിർദ്ദേശം ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് സമർപ്പിച്ചു. ബിജു രമേശിന്റെ ഉടമസ്ഥതയിലുള്ള രാജധാനി ഹോട്ടൽ ഓട കയ്യേറിയത് ഒഴിപ്പിക്കുന്നതിന് നിലനിൽക്കുന്ന സ്റ്റേ നീക്കാൻ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നും ചീഫ് സെക്രട്ടറി പറഞ്ഞു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.